കാലക്രമേണ ജഗതപരിവർത്തമാന ചക്രാരപംക്തിരിവ ഗച്ഛതി ഭാഗ്യപംക്തി. ചക്രാരപംക്തിരിവ ഗച്ഛതി ഭാഗ്യപംക്തി. ഭാഗ്യങ്ങൾ എങ്ങനെയായിരിക്കും? ഭാഗ്യങ്ങൾ എങ്ങനെയാണോ രഥത്തിൻ്റെ ആരക്കാല് എങ്ങനെ കറങ്ങുന്നു അതുപോലെയായിരിക്കും. ആ 21ഓളം ആരക്കാലുകളാണ് നമ്മുടെ ദേശീയ പതാകയിൽ വെച്ചിരിക്കുന്നത്. രഥത്തിൻ്റെ ധർമ്മത്തിൻ്റെ പ്രതീകമായിക്കൊണ്ടുള്ളതായ അവിടെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഗീത ഉപദേശിച്ച സമയത്ത് ഉണ്ടായിരുന്നതായ അവിടെ അഭിമന്യു ചക്രവ്യൂഹത്തിൽപ്പെട്ടപ്പോൾ രഥത്തിൻ്റെ വലിച്ചെടുത്ത് അദ്ദേഹം കറക്കി. എന്നിട്ടും ചക്രവ്യൂഹത്തിലേക്ക് കയറാനേ അദ്ദേഹത്തിന് പഠിച്ചിരുന്നുള്ളൂ, ഇറങ്ങാൻ പഠിച്ചിരുന്നില്ല. അതാണ് പ്രശ്നം. ഒന്നിലേക്ക് കയറാൻ, ഈശ്വരനിലേക്ക് കയറാൻ നമ്മൾ പഠിക്കണം, അതുപോലെ തന്നെ ഇറങ്ങി വരാനും പഠിക്കണം. അങ്ങനെ കയറാൻ പഠിച്ചു, ഈശ്വരനിലേക്ക് കയറി ഈശ്വരനായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി വരാൻ പഠിച്ചില്ലെങ്കിൽ എന്തു പറ്റുന്നു? അവിടെ നസ പുനർ ആവർത്തത. അവിടെ എന്തു ചെയ്യുന്നു? അവിടെ പുനർ ആവർത്തത, വീണ്ടും ആവർത്തിക്കാത്ത രീതിയിലുള്ള അവസ്ഥയിലേക്ക് എത്തും, പരിപൂർണമായി ഈശ്വരനായി തീരും. നമുക്കറിയാം, യോഗീശ്വരന്മാർ ശ്രീരാമകൃഷ്ണ പരമഹംസർ, കൃഷ്ണൻ, അവതാരമൂർത്തികളെല്ലാം അമൃതാനന്ദമി ദേവി, ശ്രീ ശ്രീ രവിശങ്കർ, സായിബാബ, അങ്ങനെയുള്ളവരുടെയൊക്കെ വീഡിയോ ചിത്രങ്ങൾ കണ്ടാൽ അറിയാം, ഒഴുകി നടക്കുക എന്നർത്ഥം. എങ്ങനെ? ഒരു അപ്പൂപ്പൻ താടി എങ്ങനെയാണോ പറയുന്നത് അതുപോലെ നമുക്ക് ഒഴുകി നടക്കാൻ സാധിക്കും. ഇപ്പോൾ ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ ദേഹസിദ്ധി ആത്മാരാധനകൾ മുതലായ ചെയ്ത് കഴിഞ്ഞാൽ അഗ്നിപ്രകാരം കൊണ്ട് ജ്വലിപ്പിച്ച് ശരീരം അഗ്നിയായി തീർന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ ഒന്നുമില്ല, പിന്നെ അഗ്നി സ്വരൂപമാണ്. അത്രയേറെ പവറാണ് നമുക്ക്. അപ്പോൾ അഗ്നി തേജസ്സായിരിക്കേണ്ടിരിക്കുന്ന നിരന്തരമായ നാമജപങ്ങൾ എന്തിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അതായിത്തീരും. നിരന്തരമായ രീതിയിൽ സീരിയലിലെ കഥാപാത്രങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കഥാപാത്രങ്ങളുടെ കണ്ണീര് തന്നെയായിത്തീരുന്നർത്ഥം. എങ്ങനെയാണ് ക്ഷേത്രത്തിൽ തൊഴുകേണ്ടത്, എങ്ങനെയാണ് ഈശ്വരന്മാരെ ഉപേക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും ഹാപ്പിയോടുകൂടി, ഏറ്റവും സന്തോഷത്തോടുകൂടി ഈശ്വരനെ സമീപിക്കുക. ഏറ്റവും ഹാപ്പിയായിട്ട് ഈശ്വരനെ തൊഴുമ്പോൾ ഏറ്റവും ഹാപ്പി തിരിച്ചു തരും. ഏറ്റവും ദുഃഖത്തോടുകൂടെ പണ്ടപ്പരപ്പും പരാതിയും പറഞ്ഞു തൊഴുകയാണെങ്കിൽ അത് സങ്കടം തിരിച്ചു തരും. നവരസങ്ങളിൽ ഏത് രസമായാലും നീ ഭീകരമായ രീതിയിൽ ദേഷ്യത്തോടു കൂടി നമ്മൾ ഉജ്ജ്വലമായ രീതിയിൽ ഭഗവാനെ എതിർത്തുകൊണ്ട് ഹിരണ്യകശിപുവിനെ പോലെ ഭഗവാനെ എതിർത്താൽ എന്ത് സംഭവിക്കും? എതിർത്താൽ അതുപോലെ തന്നെ ഏത് രീതിയിലും മരണത്തെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നർത്ഥം. അവിടെ വാൾ കൊണ്ട് കൊണ്ടുവരുത്, അഗ്നി കൊണ്ട് കൊണ്ടുവരുത്, അതുകൊണ്ട് കൊണ്ടുവരുത്, ഇതുകൊണ്ട് കൊണ്ടുവരുത്, പകൽ കൊണ്ടുവരുത്, രാത്രി കൊണ്ടുവരുത്, മനുഷ്യൻ കൊണ്ടുവരുത്, മൃഗം കൊണ്ടുവരുത്, അവർ കൊണ്ടുവരുത്, ഇവർ കൊണ്ടുവരുത്, അങ്ങനെ കൊണ്ടുവരുത്, ഇങ്ങനെ കൊണ്ടുവരുത് നോക്കി അവസാനം എന്ത് ചെയ്യും? സമയമായപ്പോൾ ഭഗവാൻ നരസിംഹമൂർത്തിയായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തൂള് പിളർന്ന് അകത്തുമല്ല പുറത്തുമല്ല, സന്ധ്യയ്ക്കല്ല പകലുമല്ല രാത്രിയല്ല, ഏത് നിയമങ്ങളും മരണത്തിന് ബാധകമല്ല എന്നർത്ഥം. അവിടെ ഹിരണ്യകശിപുവിൻ്റെ മാറ് കയറി അവിടെ ഭഗവാൻ എന്ത് ചെയ്തു? അവിടെ നഖാങ്കുര ഉൽപ്പാദിത ഹൃത്സരോരുഹം ദൂരേക്ക് വലിച്ചെറിഞ്ഞ് പിന്നെ സാത്വികമൂർത്തിയായ രീതിയിലുള്ള പ്രഹ്ലാദനെ അനുഗ്രഹിച്ചപ്പോൾ പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി, ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. അപ്പോൾ ആത്മനിവേദനത്തോടു കൂടി തന്നെ ഭഗവാനിലേക്ക് അർപ്പിക്കുമ്പോൾ തലപ്പുഞ്ച മഹാദേവനിലേക്ക് അർപ്പിക്കും, മഹാദേവനിലേക്ക് കൃഷ്ണനിൽ അർപ്പിക്കുമ്പോൾ ദേവിയിൽ അർപ്പിക്കും. ആരർപ്പിച്ചാലും പത്രം പുഷ്പം ഫലം തോയം. അപ്പോൾ ഒരിലയോ ഒരു പൂവോ അല്പം എണ്ണയോ, അപ്പോൾ എന്തെങ്കിലും ഒരു വസ്തുവില്ലാതെ ഒരു രാജാവിനെ നമുക്ക് സമർപ്പിക്കാൻ പാടില്ല. ഒരു രാജസ്വരൂപമായിരിക്കുന്ന ഏത് മൂർത്തിയാണെങ്കിലും സമർപ്പിക്കുന്ന വസ്തുവിനാണ് പ്രധാനം. നമ്മുടെ മനസ്സ് എങ്ങനെയാണോ അതുപോലെ പ്രവർത്തിക്കുന്നു. നമ്മളൊരു മാല കെട്ടി അവിടെ വയ്ക്കുന്നു, ചാർത്താൻ പറയുന്നു. ഭഗവാന് യാതൊരു കാരണവശാലും ഭഗവാന് സൗന്ദര്യം കൂടാനില്ല. സൗന്ദര്യോത്തരവി സുന്ദരതരം തദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം. എല്ലാ ഭഗവാന്മാരും ഈശ്വരന്മാരും ദേവിയും യോഗീശ്വരന്മാരും എല്ലാം എന്താണ്? എല്ലാം ഈശ്വര ചൈതന്യങ്ങളാണ്. അവർക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാനില്ല. നമ്മൾ സമർപ്പിക്കുന്ന വസ്തുവിനാണ് സൗന്ദര്യം കൂടുന്നത്. ഒരു മാല കെട്ടി അവിടെ വെച്ചു, ശരി, അത് ചാർത്ത് വയ്ക്കുമ്പോൾ മാലയ്ക്കാണ് സൗന്ദര്യം കൂടുന്നത്. എണ്ണ നെയ്വിളക്ക് വെച്ചു, ഇവിടെ പുറത്ത് വയ്ക്കുന്നു, അത് കത്തിച്ച് ഈശ്വരൻ്റെ മുന്നിൽ വയ്ക്കുമ്പോൾ മാത്രമേ എന്താവുന്നുള്ളൂ? അവിടെ ചൈതന്യം ആവുന്നുള്ളൂ, അത് ഭംഗിയാവുന്നുള്ളൂ എന്നർത്ഥം.
അപ്പം മനസ്സ് എങ്ങനെയാണോ സമർപ്പിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഇലയായിട്ടോ പൂവായിട്ടോ കായായിട്ടോ ഇഷ്ടമുള്ളത് നമുക്ക് സമർപ്പിക്കാമെന്നർത്ഥം. അപ്പം മനസ്സിന് ഇഷ്ടമുള്ളത്, എനിക്ക് ഇലയാണ് സമർപ്പിച്ചോളൂ. എനിക്ക് കുറച്ച് കല്ല് വിരിക്കാനാണ് ഉദ്ദേശം. ഇവിടെ എല്ലാവർക്കും കാലൊക്കെ തട്ടി നടക്കുകയാണ്. തിരുമേനി എനിക്ക് ക്ഷേത്രമിറ്റം കല്ല് വിരിച്ച് കാണാനാണ് ആഗ്രഹം, കല്ല് സമർപ്പിച്ചോളൂ. അപ്പം അവനവൻ്റെ മനസ്സ് എന്നാകുന്ന ഇരുട്ട് മാറി അത് പൊട്ടിപ്പോയി ബുദ്ധി ഉണരണമെങ്കിൽ ആത്മസമർപ്പണം ചെയ്തേ പറ്റൂ. അപ്പം ഇതൊക്കെ ബുദ്ധിയിൽ തെളിയുന്ന ചിത്രങ്ങളാണ് എല്ലാം. കൈലാസം, വൈകുണ്ഠം, കൃഷ്ണക്കദംബം അതിരുക്കിയ ആ കടമ്പ് വർഷം, ഇനിയും ദേവീ മഹാത്മ്യത്തിൽ പറഞ്ഞ കാളിഘട്ട്, എവിടെ ആർക്ക് പ്രത്യക്ഷം എപ്പോഴും സംസാരിക്കുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസം സംസാരിച്ചുകൊണ്ടിരുന്ന കാളിദേവി ഇപ്പോൾ ഞാൻ ധ്യാനിച്ചിരുന്നാൽ എൻ്റെ ബുദ്ധിയിൽ ഇതെല്ലാം തെളിയുന്നർത്ഥം. അപ്പം നമ്മൾ തന്നെയാണ് എന്തോന്ന് ഭാഗവത സ്വരൂപവും ശിവരാണ സ്വരൂപവും തലപ്പുഞ്ച മഹാദേവനും എല്ലാം. അപ്പം അങ്ങനെ ആയിത്തീരണമെങ്കിൽ എന്ത് വേണം? നിരന്തരമായ ഉപാസന വേണം. ഉപാസനയോടുകൂടി തന്നെ നാമജപത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ വിദ്യാസ്വരൂപമായിക്കൊണ്ട് 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ പരീക്ഷയാണ്, +2 പരീക്ഷ വരുന്നു. കുട്ടികൾക്കും ഒക്കെ പരീക്ഷ വിജയത്തിനായിക്കൊണ്ട് എല്ലാവർക്കും ഉയർന്ന മാർക്ക് നേടാനായിക്കൊണ്ട് ഇവിടെ ഹരിയേട്ടൻ പറഞ്ഞ പോലെ തന്നെ വിദ്യാസ്വരൂപവും കൂടിയാണ് തലപ്പുഞ്ച മഹാദേവൻ. വിദ്യാസ്വരൂപം മന്ത്രം കൊണ്ട്, വിദ്യാമന്ത്രങ്ങളെ കൊണ്ട് അർച്ചിക്കുമ്പോൾ സംശയമൊന്നുമില്ല, ഇവിടെ 100% ഭഗവാൻ കാത്തോളും, ഭഗവാൻ രക്ഷിച്ചോളും. അതാണ് പ്രത്യേകത. ലോകത്തിലെ അപൂർവ ക്ഷേത്രമാണ് ശിവപാർവതി സ്വരൂപത്തിലായിട്ട് കിരാത സ്വരൂപവും വിദ്യാസ്വരൂപവും ഏതൊക്കെ മൃത്യുഞ്ജയ സ്വരൂപവും ഏതൊക്കെ മഹാദേവൻ്റെ എത്ര രൂപങ്ങളുണ്ടോ ആ രൂപങ്ങൾ മുഴുവനും ഒരൊറ്റ ചൈതന്യത്തിൽ സ്വയംഭൂവായിട്ട് നിൽക്കുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് തലപ്പുഞ്ച മഹാദേവ ക്ഷേത്രം. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിൽ വിത്ത് അറിയേണ്ടത് മാത്രം അറിയാനും, വിത്ത് എന്ന് പറഞ്ഞാൽ വിജ്ഞാനേ യഥാർത്ഥ ജ്ഞാനമുണ്ടാകാനും, ജീവിതത്തിലെ എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ജീവിതവും കൂടി പ്രാക്ടിക്കലാവണം എന്നാണ് ഇവിടുത്തെ വിദ്യാമന്ത്രത്തിൻ്റെ പ്രത്യേകത. ജീവിതവും കൂടെ പ്രാക്ടിക്കലാവാൻ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ അറിയാനടക്കം എല്ലാ കുട്ടികൾക്കും വേണ്ടി വിദ്യാമന്ത്ര പുഷ്പാഞ്ജലി ഇന്ന് കഴിക്കുന്നതാണ്. എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് കിട്ടട്ടെ, അതുപോലെ തന്നെ അടുത്ത കടമ്പകളെ കടക്കാൻ സാധിക്കട്ടെ. എല്ലാ അർത്ഥത്തിലുമുള്ള ജ്ഞാനം, യഥാർത്ഥ ജ്ഞാനം, ധാർമ്മിക ജ്ഞാനം എല്ലാ കുട്ടികൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തലപ്പുഞ്ച മഹാദേവൻ്റെ പാദങ്ങളിൽ നിന്ന് വിദ്യാസ്വരൂപമായിക്കൊണ്ട് ഞാൻ തന്നെ സമർപ്പിക്കുമ്പോൾ എല്ലാവർക്കും നക്ഷത്രമാണ്, എല്ലാവർക്കും യഥാർത്ഥ ജ്ഞാനമുണ്ടാവട്ടെ. അടുത്ത ഹയർ സ്റ്റഡീസിനുള്ള മെറിറ്റിൽ തന്നെ അഡ്മിഷൻ കിട്ടുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമഃശിവായ പാർവതീശ പാപനാശനാഹരേ.